ഷ്രോഡിംഗേഴ്സ് ടൈം ഇൻഡിപെൻഡൻറ്റ് വേവ് ഇക്വേഷൻ. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഷ്രോഡിംഗേഴ്സ് ടൈം ഇൻഡിപെൻഡൻറ്റ് വേവ് ഇക്വേഷനാണ്. അപ്പം ബേസിക്കലി എന്താണ് ഈ ഷ്രോഡിംഗേഴ്സ് വേവ് ഇക്വേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ വേവ് ഇക്വേഷൻ ഫോർ മാറ്റർ വേവ്സ് എന്ന് നമുക്ക് പറയാം. മാറ്റർ വേവ്സിൻ്റെ വേവ് ഇക്വേഷനാണ് ഷ്രോഡിംഗേഴ്സ് വേവ് ഇക്വേഷൻ. അപ്പോൾ എന്താണ് മാറ്റർ വേവ്സ്? മാറ്റർ വേവ് മീൻസ് ഇറ്റ് ഈസ് എ വേവ് അസോസിയേറ്റഡ് വിത്ത് മാറ്റർ. നമുക്കറിയാം മാറ്ററിനൊരു ഡ്യുവൽ നേച്ചർ ഉണ്ടെന്ന് നമുക്കറിയാം. മാറ്റർ സംടൈംസ് ബിഹേവ് ലൈക്ക് എ പാർട്ടിക്കിൾ ആൻഡ് സംടൈംസ് ഇറ്റ് ബിഹേവ് ലൈക്ക് എ വേവ്. അപ്പോൾ മാറ്ററിനൊരു വേവ് നേച്ചർ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു വേവ് ലെങ്ത്ത് മാറ്റർ വേവുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. യു കൺസിഡർ എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം മൂവിങ് വിത്ത് വെലോസിറ്റി വി. എം മാസ് ഉള്ളൊരു ഒബ്ജക്റ്റ് ഒരു വി വെലോസിറ്റിയിൽ സഞ്ചരിക്കുകയാണെന്ന് വിചാരിക്കുക. ദെൻ അക്കോർഡിംഗ് ടു ഡി ബ്രോഗ്ലി ആ മാറ്റർ വേവിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡ ഈസ് ഈക്വൽ ടു h/mv ആയിരിക്കും. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇനി നമുക്കൊരു വേവിനെ കൺസിഡർ ചെയ്യാം. യു കൺസിഡർ എ വേവ് വിച്ച് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ ദ എക്സ് ഡയറക്ഷൻ. ആ വേവിൻ്റെ വെലോസിറ്റി എന്താണ്? അതാണ് വി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വേവ് വി വെലോസിറ്റിയിൽ എക്സ് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കറിയാം വേവ് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടൈം വിൽ ചേഞ്ച്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ വേവിനെ നമുക്ക് മാത്തമാറ്റിക്കലി എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും? ഏത് വേവിനെയും നമുക്ക് മാത്തമാറ്റിക്കലി ഒരു വേവ് ഇക്വേഷൻ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് പറയാം എവറി വേവ് വിൽ സാറ്റിസ്ഫൈ എ വേവ് ഇക്വേഷൻ. ഇതൊരു 1 ഡയമെൻഷണൽ വേവ് ആണ് ബിക്കോസ് ദ വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ ദ എക്സ് ഡയറക്ഷൻ ഓൺലി. അപ്പോൾ ഇതിൻ്റെ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ആയിരിക്കും. അപ്പോൾ എന്താണ് സൈ എന്ന് പറയുന്നത്? സൈ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ദിസ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് സൈ എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മാറ്റർ വേവ്സിനെ കുറിച്ചിട്ടാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പം ഏത് വേവ് ആയാലും അതിനെ നമുക്കൊരു വേവ് ഇക്വേഷൻ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. യു കൺസിഡർ എ വേവ് വിച്ച് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ ദ എക്സ് ഡയറക്ഷൻ. ആ വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ സൈ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ 1 ഡയമെൻഷണൽ വേവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ആണ്. ഇത് ഓർത്തിരിക്കണം. അപ്പോൾ എന്താണ് വി എന്ന് പറയുന്നത് ഈ വേവിൻ്റെ വെലോസിറ്റിയാണ്. ഇത് 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾ 3 ഡയമെൻഷണൽ വേവ് ഇക്വേഷനിലേക്ക് വന്നാലോ എന്ത് മാറ്റമാണ് ഉണ്ടാവുക? ഈ ഇക്വേഷൻ നമ്പർ 2ൻ്റെ RHSൽ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്നൊരു ടേം വരുന്നില്ലേ? അത് 3 ഡയമെൻഷനിലേക്ക് മാറും. എന്തായിട്ട് മാറും? ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ സെഡ് സ്ക്വയർ എന്ന് മാറും. ഇതാണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷനിൽ നിന്ന് 3 ഡയമെൻഷണൽ വേവ് ഇക്വേഷനിലേക്ക് മാറുമ്പോൾ വരുന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ വേവ് ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ടേമിലാണ് മാറ്റം വരുന്നത്. അവിടെ 1 ഡയമെൻഷണൽ ആണെങ്കിൽ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ബിക്കോസ് ദ വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ ദ എക്സ് ഡയറക്ഷൻ ഓൺലി. പക്ഷേ അത് 3 ഡയമെൻഷനിലേക്ക് വരുന്ന സമയത്ത് ഒരു 3D വേവ് ഇക്വേഷൻ ആണെങ്കിൽ എന്ത് വരും? ആ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ സെഡ് സ്ക്വയർ എന്ന് വരും. ഇനി ഈ സൈയെ നമുക്ക് ബ്രാക്കറ്റിന് വെളിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ സെഡ് സ്ക്വയർ ഇൻറ്റു സൈ എന്ന് എഴുതാം. ഇനി ഈ ബ്രാക്കറ്റിനകത്തുള്ള ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ സെഡ് സ്ക്വയറിനെ നമുക്ക് വിളിക്കാൻ പറ്റും അതൊരു ഓപ്പറേറ്ററാണ്. ദാറ്റ് ഈസ് കോൾഡ് ലാപ്ലേസിയൻ ഓപ്പറേറ്റർ ഡെൽ സ്ക്വയർ. അപ്പോൾ എന്താണ് ഡെൽ സ്ക്വയർ? ഡെൽ സ്ക്വയർ ഈസ് ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ സെഡ് സ്ക്വയർ. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റിനകത്തുള്ള ഈ ടേമിനെ മൊത്തത്തിൽ നമുക്ക് എന്തായിട്ട് റീപ്ലേസ് ചെയ്യാം? ഡെൽ സ്ക്വയർ എന്ന് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വേവ് ഇക്വേഷൻ എന്ത് വരും? LHS ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ വി സ്ക്വയർ അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ ഈ ബ്രാക്കറ്റിനകത്തുള്ള ക്വാണ്ടിറ്റി ഡെൽ സ്ക്വയർ, ബ്രാക്കറ്റിന് പുറത്ത് സൈ. ദാറ്റ് ഈസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡെൽ സ്ക്വയർ സൈ ആണ് 3 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്.
അപ്പം 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ഈസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ ഈസ് വി സ്ക്വയർ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ആണ്. 3 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡെൽ സ്ക്വയർ സൈ ആണ്. അപ്പോൾ എന്താണ് ഡെൽ സ്ക്വയർ? അത് ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ സെഡ് സ്ക്വയർ ആണ്. അതിനെ നമ്മൾ ലാപ്ലേസിയൻ ഓപ്പറേറ്റർ എന്ന് വിളിക്കും. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. So our 3-dimensional wave equation is dou square psi by dou t square is equal to v square del square psi ആണ്. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്? ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഇൻ സൈ. ദെയർഫോർ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സൈ ആയിരിക്കും. ഇനി സൈ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വേവ് ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ അത് ഡി ബ്രോഗ്ലി വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വേവ് ഫംഗ്ഷൻ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയും വേവ് ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സ്പേസിനെയും ടൈമിനെയുമാണെന്ന് നമ്മൾ പറയും. വേവ് ഫംഗ്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്പേസ് ആൻഡ് ടൈം. സ്പേസ് എന്ന് പറയുന്നത് r ആണ്, ടൈം എന്ന് പറയുന്നത് t ആണ്. അതായത് വേവ് ഫംഗ്ഷൻ എന്തിൻ്റെയൊക്കെ ഫംഗ്ഷനാണ്? അത് എക്സ് വൈ സെഡ് ഫംഗ്ഷനാണ്, കൂടാതെ ടൈമിൻ്റെയും കൂടി ഫംഗ്ഷനാണ്. അതായത് ഇക്വേഷൻ നമ്പർ 3യുടെ സൊല്യൂഷൻ സൈ ആണെന്ന് പറയുമ്പോൾ ആ സൈ എന്തിൻ്റെയൊക്കെ ഫംഗ്ഷനാണ്? ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് ആൻഡ് ടി. അപ്പോൾ ജനറലി ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സൈ ഓഫ് എക്സ് വൈ സെഡ് ടി ആയിരിക്കും. ഇനി നമുക്ക് ഈ സൈ ഓഫ് എക്സ് വൈ സെഡ് ടിയെ നമുക്ക് ഒരു സ്പേസ് പാർട്ടും ടൈം പാർട്ടുമായിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഓർത്തിരിക്കണം. ജനറലി വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പൊസിഷൻ്റെയും ടൈമിൻ്റെയും ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് അതിനെ ഒന്ന് പൊസിഷൻ്റെ ഭാഗം വേറെയും ടൈമിൻ്റെ ഭാഗം വേറെയുമായിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് സൈ ഓഫ് എക്സ് വൈ സെഡ് ടി എന്ന് പറയുന്നത് നമുക്ക് സൈ 0 എക്സ് വൈ സെഡ്, അതായത് ഫസ്റ്റ് നമുക്കൊരു പൊസിഷൻ്റെ ടേമും അതിനുശേഷം ഒരു ടൈമിൻ്റെ ടേമുമായിട്ട് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണത് റെപ്രസെൻ്റ് ചെയ്യുക? സൈ ഓഫ് എക്സ് വൈ സെഡ് ടി ഈസ് ഈക്വൽ ടു സം സൈ 0. സൈ 0 എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? അത് സ്പേസിൻ്റെ ഫംഗ്ഷനാണ്. അതായത് എക്സ് വൈ സെഡ് ടി ആണ് സൈ 0 ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കാരണം സൈ 0 ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ്. കൂടാതെ എന്തും കൂടി ഉണ്ട്, ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി, അതായത് ടൈമിൻ്റെ ഫംഗ്ഷനുണ്ട്. അപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ LHS എഴുതിയിരിക്കുന്ന വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ ഫംഗ്ഷനാണ്? പൊസിഷൻ്റെ ഫംഗ്ഷനാണ്. ഓൾസോ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ഓൾസോ. അപ്പോൾ ഈ ഇക്വേഷൻ നമ്പർ 4 നിങ്ങൾ ഓർത്തിരിക്കണം. The solution of equation 3 you can represent it as psi 0 e raised to minus I omega t. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഇത് പഠിച്ചു വെക്കണം. നമ്മുടെ 3 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? psi 0 e raised to minus I omega t. psi 0 എന്ന് പറയുന്നത് പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. e raised to minus I omega t നമുക്കറിയാം ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. So generally the solution is psi is equal to psi 0 e raised to minus I omega t. ഇത്രയും വരെ നിങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. ഇനി നിങ്ങൾ ഇക്വേഷൻ നമ്പർ 3 നോക്കുക. ഇക്വേഷൻ നമ്പർ 3ൽ എന്തൊക്കെയുണ്ട്? ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ ഉണ്ട്, RHSൽ ഡെൽ സ്ക്വയർ സൈ ഉണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്ക് സൈ എന്താണെന്ന് അറിയാം. സൈ എന്താണ്? സൈ 0 ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ആണെന്ന് നമുക്കറിയാം. ഇനി നമ്മൾ ആകെ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അതാണ് നമ്മൾ ആകെ ചെയ്യാൻ പോകുന്നൊരു കാര്യം. കാരണം നമ്മുടെ ഇക്വേഷൻ നമ്പർ 3ൽ എന്തുണ്ട്? സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് സൈ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആദ്യം ഇക്വേഷൻ നമ്പർ 4ൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഒന്ന് എടുത്ത് നോക്കാം. ഡോ സൈ ബൈ ഡോ ടി. സോ വി ആർ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വാട്ട്? ടൈം. നമുക്കറിയാം ഇവിടെ ഒരു സൈ 0 എന്ന് പറയുന്ന ടേം ഉണ്ട്. സൈ 0 എന്തിൻ്റെ ഫംഗ്ഷനാണ്? അത് എക്സിൻ്റെയും വൈയുടെയും സെഡിൻ്റെയും ഫംഗ്ഷനാണെന്ന് നമുക്കറിയാം. അതിൽ ടൈം ഇല്ല. അപ്പോൾ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന വിത്ത് റെസ്പെക്ട് ടു ടൈം ആയതുകൊണ്ട് ഈ സൈ 0 എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? അത് കോൺസ്റ്റൻ്റ് ആയിട്ട് മാറും. Okay, so when we are differentiating psi with respect to t, your psi 0 will become a constant because it does not contain time. So you have psi 0 here. പിന്നെ നമുക്ക് ആരെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം? ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ഇൻറ്റു മൈനസ് ഐ ഒമേഗ എന്ന് കിട്ടും. ദെൻ നമുക്കിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഐ ഒമേഗ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. ദെൻ സൈ 0 ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ഞാൻ ഒന്നിച്ചെഴുതുന്നു. ഓക്കെ, എൻ്റെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്രാക്കറ്റ് ഇടുകയാണ്. തൊട്ട് മുമ്പ് എഴുതിയ ടേം തന്നെയാണ്, ഒന്ന് റീഅറേഞ്ച് ചെയ്തേ ഉള്ളൂ.
ഇനി നിങ്ങൾ നോക്കൂ, ഈ ψ0 e⁻⁻t എന്താണെന്നാണ് നമുക്ക് ഇക്വേഷൻ നമ്പർ 4 നിന്ന് കിട്ടിയിരിക്കുന്നത്. അത് ψ ആണെന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ψ0 e⁻⁻tക്ക് പകരം ഇക്വേഷൻ നമ്പർ 4 നിന്നുള്ള ψ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ടാണ് ∂ψ/∂t എന്ന് പറയുന്നത് -iω ψ എന്ന് കിട്ടും. ഇതിനെ നിങ്ങൾ ഇക്വേഷൻ നമ്പർ 5 ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. നമുക്ക് വേണ്ട എന്താണ്? സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡെറിവേറ്റീവും കൂടി എടുക്കുക. സോ ടേക്ക് ∂2ψ/∂t². ∂2ψ/∂t² എന്ന് വരുമ്പോൾ -iω, അത് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ എന്ത് വരും? ∂ψ/∂t എന്ന് വരും. ഓക്കെ, ഈ ∂ψ/∂t എന്ന് പറയുന്നൊരു ടേം ഇവിടെ വരും. ഈ ∂ψ/∂t ഇക്വേഷൻ നമ്പർ 5 അനുസരിച്ചിട്ട് അത് നമുക്ക് -iω ψ ആണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ -iω പുറത്ത് വെച്ചിട്ട് ഈ ∂ψ/∂tക്ക് പകരം ഇക്വേഷൻ നമ്പർ 5-ലെ ∂ψ/∂tയുടെ റിസൾട്ട് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് ∂2ψ/∂t² -ω² ψ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 6 ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓൾറെഡി ψ ψ0 e⁻⁻t ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേവ് ഇക്വേഷൻ്റെ LHS എന്ന് പറയുന്നത് ∂2ψ/∂t². അത് നമുക്ക് എന്തായിട്ട് കിട്ടും? അത് ω² ψ ആയിട്ട് കിട്ടും. സോ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ 3-dimensional വേവ് ഇക്വേഷൻ ഈസ് ആക്ച്വലി -ω² ψ. അപ്പോൾ വേവ് ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് കിട്ടി, അത് -ω² ψ ആണ്. ഇനി നമുക്കിത് നേരെ ഈ വാല്യൂ നമുക്ക് ഇക്വേഷൻ നമ്പർ 3-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് അപ്പോൾ എന്ത് കിട്ടും? ∂2ψ/∂t² പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? -ω² ψ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പിന്നെ ബാക്കി ആരാ ഉള്ളത്? v²del² ψ. അത് നമ്മൾ ഒന്നുകൂടെ എഴുതുകയാണ്. LHS എന്താണ്? ∂2ψ/∂t², അത് -ω² ψ ആണ്. RHS എന്താണ്? v²del² ψ. അത് അതുപോലെ എഴുതി. ഇനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. ഞാൻ ഈ ∇² ψയെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുന്നു. അപ്പോൾ ∇² ψ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? -ω²/v² ψ ആയിട്ട് മാറും. അതേ നിങ്ങൾ ഇക്വേഷൻ നമ്പർ 7 എന്ന് കൊടുക്കുക. ഇനി ചെറിയ ചില റീഅറേഞ്ച്മെൻറ്റുകളൊക്കെ ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഇഫ് എ വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ്, ആ വേവിനൊരു ഫ്രീക്വൻസി ഉണ്ടെന്ന് നമുക്കറിയാം. ആ ഫ്രീക്വൻസിയാണ് ന്യൂ. അങ്ങനെയാണെങ്കിൽ ആംഗുലർ ഫ്രീക്വൻസി എന്തായിരിക്കും? അത് 2πν ആയിരിക്കും. 2πν ആയിരിക്കും. അതുപോലെ നമുക്കറിയാം വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് v ആണ്. ഈ വെലോസിറ്റിയും ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും ഒക്കെ കൂടി കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ് v = ന്യൂ ലാംഡ. v എന്ന് പറയുന്ന വേവ് വെലോസിറ്റി = ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ തൊട്ട് മുകളിൽ എഴുതിയ ഇക്വേഷനും ഇതും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ω = 2π velocity/λ. 2π velocity/λ, 2πv/λ. ഇതിന് നിങ്ങൾ ഇക്വേഷൻ നമ്പർ 8 ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻ നമ്പർ 7 എന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇഫ് യു ലുക്ക് അറ്റ് ഇക്വേഷൻ നമ്പർ 7, അതിനകത്ത് എന്തുണ്ട്? അതിനകത്തൊരു ഒമേഗയുണ്ട്. ഓക്കെ, ഒമേഗയുണ്ട്. ആ ഒമേഗയ്ക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ω = 2πv/λ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അന്നേരം നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് ∇² ψ = ω². ഒമേഗ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് 2πv/λ ആണ്. അപ്പം -2πv/λ². പിന്നെ താഴെ ആരുണ്ട്? v². ആ v² അതുപോലെ എഴുതുക. ദെൻ പിന്നെ ആരാണുള്ളത്? നൗ യു ഹാവ് യുവർ ψ. ഇനി അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന റിസൾട്ടാണ് ∇² ψ = -4π²/λ². ആ v² ടേം അങ്ങ് ക്യാൻസൽ ചെയ്ത് പോകും ഇൻറ്റു ψ. ഇതാണ് ഇക്വേഷൻ നമ്പർ 9. നമുക്ക് ഓൾറെഡി ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് λ = h/mv ആണെന്ന് അറിയാം. നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് അത് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ നമ്പർ 9-ലെ ലാംഡയുടെ വാല്യൂ h/mv ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സ്ക്വയർ ചെയ്യുക. That is, substitute the value of lambda from equation number 1 in equation number 9. എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഇക്വേഷൻ നമ്പർ 9 എന്ന് പറയുന്നത് ∇² ψ = -4π²/λ² ψ ആണ്. ഓക്കെ, അതിനകത്തൊരു ലാംഡ വരുന്നുണ്ട്. ലാംഡ എന്ന് പറയുന്നത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ്. അത് h/mv ആണെന്ന് നമുക്കറിയാം.
ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് ലാംഡയുടെ പൊസിഷനിൽ h/mv എഴുതിയതിന് ശേഷം സ്ക്വയർ ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് ഡെൽ സ്ക്വയർ psi ഈസ് ഈക്വൽ ടു -4π². ലാംഡ എന്ന് പറയുന്നത് h/mv ആണ്. ലാംഡ ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ ലാംഡ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? m²v² ന്യൂമറേറ്ററിലേക്ക് പോകും. താഴെ ആര് വരും? h² വരും. പിന്നെ psi അതുപോലെ ബാക്കിയാവും. ഇനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽ സ്ക്വയർ psi പ്ലസ് 4π² m²v²/h² psi ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 10. അപ്പോൾ നമ്മൾ എന്താണ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷനകത്ത് നമുക്ക് ടോട്ടൽ എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും വേണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്പർ 10നെ നമുക്ക് എങ്ങനെ ടോട്ടൽ എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ടേമിലേക്ക് മാറ്റാനായിട്ട് പറ്റും എന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. ആൻഡ് ഫോർ ദിസ് പർപ്പസ് യു കൺസിഡർ ക്യാപിറ്റൽ ഇയെ നിങ്ങൾ ടോട്ടൽ എനർജി ആയിട്ട് കൺസിഡർ ചെയ്യുക, ക്യാപിറ്റൽ വിയെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ടും കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇവിടെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. നേരത്തെ നമ്മളൊരു വി എഴുതിയിട്ടുണ്ട്. ആ വി എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. നമ്മൾ നേരത്തെ വേവ് ഇക്വേഷനിലെ വി എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. നമ്മൾ ഇവിടെ പറയുന്ന ക്യാപിറ്റൽ വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇനി സ്മോൾ വി വെലോസിറ്റി ആണെങ്കിൽ നമുക്കറിയാം ½ ആണെന്ത് കൈനറ്റിക് എനർജി. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ ആണ്. അതിൽ വി എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. പൊട്ടൻഷ്യൽ എനർജിയെ നമ്മൾ വി കൊണ്ട് തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ അവിടെ വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ദെൻ ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് ടോട്ടൽ എനർജിയാണ്. അപ്പോൾ നമുക്കറിയാം എപ്പോഴും കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. കാരണം കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണല്ലോ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ടോട്ടൽ എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. ഇവിടെ വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ആണെന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് mv² എന്തായിട്ട് എഴുതാം? mv² ഈസ് ഈക്വൽ ടു 2 × e - v എന്ന് എഴുതാം. mv² ഈസ് ഈക്വൽ ടു 2 × e - v എന്ന് എഴുതാം. ഇനി നിങ്ങൾ ഇതിനെ ഒന്ന് m കൊണ്ട് കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ m²v² എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2m × e - v എന്ന് എഴുതാനായിട്ട് പറ്റും. ഇത് നിങ്ങൾ ഇക്വേഷൻ നമ്പർ 11 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി നിങ്ങൾ ഇക്വേഷൻ നമ്പർ 10ലേക്കൊന്ന് നോക്കുക. അതിനകത്ത് m²v² വരുന്നുണ്ട്. ഇപ്പം നമുക്ക് m²v² എന്തായിട്ട് കിട്ടി? 2m × e - v എന്ന് കിട്ടി. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഇക്വേഷൻ നമ്പർ 11ലെ m²v² വാല്യൂ ഇക്വേഷൻ നമ്പർ 10ൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡെൽ സ്ക്വയർ psi പ്ലസ് 4π²/h². ദെൻ m²v² പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 2m × e - v സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 4π²/h², 2m × e - v × psi ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഡെൽ സ്ക്വയർ psi പ്ലസ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 8π²m/h² e - v × psi ഈസ് ഈക്വൽ ടു 0. ദിസ് ഈസ് യുവർ ഇക്വേഷൻ നമ്പർ 12. ദിസ് ഈസ് ദ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ. നമുക്ക് വേറെ രീതിയിലും കൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അതായത് നമുക്ക് ഈ ഇക്വേഷനെ h² ടേമിലേക്ക് മാറ്റി എഴുതാം. അതായത് നമുക്കറിയാം h² ഈസ് ഈക്വൽ ടു h/2π. അപ്പോൾ h എന്ന് പറഞ്ഞാൽ എന്താണ്? 2π h². അപ്പോൾ h² എന്ന് പറഞ്ഞാൽ എന്ത് വരും? 4π² h² എന്ന് വരും. h² ഈസ് 4π² h². അത് നിങ്ങൾ ഇക്വേഷൻ നമ്പർ 13 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇഫ് യു കൺസിഡർ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 13, ദെൻ ഇക്വേഷൻ നമ്പർ 12ലെ h² സ്ഥാനത്ത് നമുക്ക് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 4π² h² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഡെൽ സ്ക്വയർ psi പ്ലസ് 8π²m/h² സ്ഥാനത്ത് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 4π² h² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ e - v × psi ഈസ് ഈക്വൽ ടു 0. So generally after simplification you will get del square psi plus 2m/h² because the pi square will cancel. Then 8/4 is 2. So 2m/h² into e - v into psi is equal to 0. Where e endana? E is the total energy. What is v? V is the potential energy. Psi is the wave function. So your final expression is del square psi plus 2m/h² into e - v, close the bracket, into psi is equal to
0. This equation number 14 is called the Schrodinger's time independent wave equation. This is the time independent Schrodinger wave equation. ഇനി നമുക്ക് ഷ്രോഡിംഗർ ഇക്വേഷൻ്റെ സ്പെഷ്യൽ കേസിലേക്ക് പോകാം. അപ്പോൾ ഷ്രോഡിംഗർ ഇക്വേഷനകത്ത് നമ്മൾ കണ്ടു ഇ മൈനസ് വി വരുന്നുണ്ട്. ഇ എന്ന് പറയുന്നത് ടോട്ടൽ എനർജിയാണ്, വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇനി ഒരു കാര്യം നോക്കുക, വാട്ട് ഹാപ്പൻസ് വെൻ വി ഈസ് ഈക്വൽ ടു 0? പൊട്ടൻഷ്യൽ എനർജി 0 ആകുമ്പോൾ എന്ത് സംഭവിക്കും? ദാറ്റ് ഈസ് വെൻ യുവർ പാർട്ടിക്കിൾ ഈസ് ഫ്രീ പാർട്ടിക്കിൾ. പൊട്ടൻഷ്യൽ എനർജി 0 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് പാർട്ടിക്കിൾ ഈസ് നോട്ട് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് എനി പൊട്ടൻഷ്യൽ. ദാറ്റ് മീൻസ് ദ പാർട്ടിക്കിൾ ഈസ് ഫ്രീ. ആ സമയത്ത് ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ത് മാറ്റം വരും? വി എന്ന് പറയുന്ന ടേം 0 ആയി പോവും. സോ ഡെൽ സ്ക്വയർ സൈ പ്ലസ് 2m/h bar square E psi is equal to 0. This equation number 15 represents the time independent Schrodinger equation for free particle. ഓക്കെ, ഇനി ഇത് നമുക്കൊരു 1 ഡയമെൻഷണൽ മോഷനിലേക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? ഡെൽ സ്ക്വയർ സൈക്ക് പകരം നമ്മൾ നേരത്തെ എഴുതി ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ വരും. സോ ഇഫ് യു ഹാവ് എ 1 ഡയമെൻഷണൽ ഷ്രോഡിംഗർ ഇക്വേഷൻ മീൻസ് ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2m/h bar square ഇൻറ്റു ഇ മൈനസ് വി ഇൻറ്റു സൈ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ചേഞ്ച് എന്താണ്? 3 ഡയമെൻഷനിൽ ഡെൽ സ്ക്വയർ സൈ വരുന്നിടത്തെല്ലാം 1 ഡയമെൻഷനിലേക്ക് വരുമ്പോൾ എന്താ വരിക? ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് വരും. ഇനി അത് ഫ്രീ പാർട്ടിക്കിൾ ആണെങ്കിലോ ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2m/h bar square ഇൻറ്റു ഇ ഇൻറ്റു സൈ ഈസ് ഈക്വൽ ടു 0 ബിക്കോസ് ഫോർ ഫ്രീ പാർട്ടിക്കിൾ ദ പൊട്ടൻഷ്യൽ എനർജി ഈസ് 0. So this is the Schrodinger equation corresponding to the 1 dimensional case, or it is the 1 dimensional Schrodinger's equation.